ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, കാണിക്ക എന്ന വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കാണിക്ക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അനേക വിധമായ കാണിക്കകൾ അല്ലെങ്കിൽ വഴിപാടുകൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് സമർപ്പിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികളായി ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഒരു പതിവുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ ചെയ്യുന്നതായ ഒരു ഉത്തമമായ ഒരു കാര്യമാണ് കാണിക്കകളും വഴിപാടുകളും. കാണിക്ക എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഭവനം, എനിക്ക് പുതിയതായ ഒരു അപ്പോയിൻമെൻ്റ് ഒരു സ്ഥലത്ത് ലഭിച്ച് ഞാൻ അവിടെയുള്ളതായ വിശ്വാസികളുടെയായ ലിസ്റ്റെല്ലാം എടുത്ത് അവരെ ഞാൻ സന്ദർശിക്കുവാനായിട്ട് കടന്നു ചെന്നപ്പോൾ ഒരു ഭവനത്തിലെത്തിയപ്പോൾ ആ ഭവനത്തിൽ അവരുടെയായ എല്ലാ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും വളരെ അധികം സന്തോഷമായി. എന്നെ സന്തോഷത്തോടുകൂടി അവർ സ്വീകരിച്ച് അവർ പലവിധമായ കാര്യങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാനായിട്ട് എനിക്ക് നൽകി. അവിടെ ആ ഭവനത്തിൽ വെച്ച് ഞാൻ ഒരു ആരാധനയും അവിടെ നടത്തുകയുണ്ടായി. ആരാധനയ്ക്ക് ശേഷം അവർ വളരെയധികം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വളരെയധികം ദൈവത്തിൽ സന്തോഷിക്കുകയും ഉണ്ടായി. പ്രിയമുള്ളവരെ, അവർ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു വിശേഷമായ ഒരു കാണിക്ക ഞങ്ങൾ വെച്ചിട്ടുണ്ട് പാസ്റ്റർ, ഈ കാണിക്കയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറയുകയുണ്ടായി. ഞാൻ ആ കാണിക്ക അവർ നൽകിയതായ ആ കാണിക്ക എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പ്രിയഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവരുടെ വിശ്വസ്തതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടി അവർ ആ വച്ചിരിക്കുന്ന ആ കാണിക്ക അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, അവരുടെ വിശ്വാസത്തിന് തക്കതായി ഈ പ്രവൃത്തിക്ക് ഒത്തവണ്ണം അവർക്കതിൻ്റെയായ പ്രതിഫലം ദൈവം പ്രിയമുള്ളവർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ അവർ എന്നോട് പറയുകയാണ്, കഴിഞ്ഞ 10 വർഷമായി ഒരു ദൈവദാസൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ കാണിക്ക ഞങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ആ ഭവനത്തിൽ ഒരു ദൈവദാസൻ പോലും കടന്നു ചെല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇന്നും പല ഭവനങ്ങളിലും ഒരു ദൈവീയ സന്ദർശനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ദൈവദാസൻ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവരുടെയായ തിരുമുൽ കാഴ്ചകളെ സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അവരെ ആ കുടുംബത്തിനെ അവിടുത്തെയുള്ള ആ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവർ വളരെയധികം ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന എത്രയോ ഭവനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഈ 10 വർഷം അവർ ശേഖരിച്ചതായി ആ കാണിക്ക ദൈവസന്നിധിയിൽ ഞാൻ കൊണ്ടുവന്ന് ദൈവ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ വിശേഷമായി ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് ദൈവ വേലയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുവാനായിട്ട് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നാം നോക്കുമ്പോൾ കർത്താവിന് വേണ്ടി വിശ്വസ്തത പാലിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഉണ്ട്. കാണിക്ക നൽകുവാനായിട്ട് നമ്മൾ വളരെയധികം താല്പര്യം കാണിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ അല്പമായി തിരുവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനം ചെയ്യുവാനായിട്ട് പോകുന്നത്. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആവർത്തന പുസ്തകം 16:17 എന്താണ് പറയുന്നത്? അവിടെ, എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ആരും വെറും കൈയോടുകൂടി നമ്മൾ ചെല്ലരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരും താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം എന്നാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ വെറും കൈയോടുകൂടി നാം ചെല്ലരുത്. നാം വെറും കൈയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലരുത്. ദൈവം നമുക്ക് നൽകിയതായ അനുഗ്രഹത്തിന് അതിന് ഒത്തവണ്ണം അവൻ്റെ താൻ്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണം അവൻ എന്തു ചെയ്യണം? അവൻ ദൈവസന്നിധിയിൽ അവൻ കൊണ്ടുവരണം എന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളുടെയായ ഒരു പങ്ക്
നമ്മുടെ കഴിവിനൊത്തവണ്ണം നാം ദൈവസന്നിധിയിൽ ദൈവവേലയെ പോഷിപ്പിക്കുവാനായിട്ട്, ദൈവവചനം വ്യാപിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ വചനം എല്ലാ സ്ഥലങ്ങളിലും ഘോഷിക്കപ്പെടുവാനായിട്ട്, ദൈവത്തിൻ്റെ ശുശ്രൂഷ വേലക്കാരെ പോഷിപ്പിക്കുവാനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ വെറുതെ വരരുതെന്നും, ദൈവത്തിൻ്റെ ആ ഭണ്ഡാരത്തിൽ അവിടെ അവൻ്റെ സന്നിധിയിൽ ആഹാരം ഉണ്ടാകത്തക്കവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? വെറും കൈയോടുകൂടി വരരുത്. അവൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുവാൻ വേണ്ടി അവൻ വെറും കൈയോടുകൂടി നാം ചെല്ലരുത് എന്നാണ് ഇവിടെ പറയുന്നത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്രകാരം നാം ചെല്ലണം എന്ന് ഇവിടെ വളരെയധികം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരും താൻ തൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണമെന്നാണ് ഇവിടെ ആവർത്തന പുസ്തകം 16-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇവിടെ പറയുന്നത്. ഇന്ന് അനേകർ പലരും ഈ വിധമായ അനുഗ്രഹങ്ങൾ ലഭിക്കാതെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം ഒരു അനുഗ്രഹം നൽകുമെന്നുള്ള ആ തിരിച്ചറിവില്ലാതെ പലരും അതിൽ പോലും ഒരു വലിയ കൃത്രിമം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദൈവത്തിന് കൊടുക്കേണ്ടത് നാം കൊടുക്കുമ്പോൾ അതിനൊത്തവണ്ണം ദൈവം അത് അനുഗ്രഹിച്ച് നമുക്ക് തിരികെ നൽകുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറും കൈയോടുകൂടി നീ ചെല്ലരുത്. നിനക്ക് ലഭിച്ചതായ അനുഗ്രഹത്തിന് തക്കവണ്ണം, ആ പ്രാപ്തിക്ക് തക്കവണ്ണം നീ കൊണ്ടുവരണം, അത് നീ സമർപ്പിക്കണം. അത് ദൈവത്തിനായിട്ടുള്ള ആ ദൈവവേലയ്ക്കായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമ്മൾ തിരുവചനത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ കാണുന്നതായ കാര്യങ്ങൾ എന്തെന്നാൽ, അവിടെ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ 22-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ആ വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 22-ന്റെ-21 അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഭാഗം നമ്മളെ ഈ കാണിക്കകളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുത്തൻ നേർച്ച നിവൃത്തിക്കായിക്കോട്ടെ, സമാധാനമായിട്ടോ, യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാതായിരിക്കണം, അതിനൊരു കുറവും ഉണ്ടായിരിക്കരുത്. അവിടെ എന്താണ് പറയുന്നത്? ഒരുവൻ നേർച്ച ആയിക്കോട്ടോ, സമാധാനം ആയിട്ടോ, യഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഊനമില്ലാത്ത ദൈവത്തിന് കാണിക്ക നൽകുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഷുഡ് ബി വെരി പെർഫെക്റ്റ് എന്നല്ലെങ്കിൽ ഊനമില്ലാത്തതായിരിക്കണം. അത് എന്താണ്? അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത് എന്നാണ് വചനം ഇവിടെ പറയുന്നത്. അപ്പോൾ വചനത്തിൽ പറയുന്ന പ്രകാരം കുരുട്, ചതിവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത് എന്ന് 23-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇന്ന് ഇവയിൽ ഒന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് പ്രിയമുള്ളവരെ? ദൈവത്തിന് കൊണ്ടുവരുന്നായ ആ നേർച്ചകളും വഴിപാടുകളും അതിൽ യാതൊരു വിധമായ കുറവും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് വചനം ഇവിടെ പറയുന്നത്. അതിനാൽ നാം കൊണ്ടുവരുന്നത് അത് ഊനമില്ലാത്തതായിരിക്കണം, അത് പൂർണ്ണതയുള്ളതായിരിക്കണം, അത് ദൈവത്തിന് പ്രിയമുള്ളതായിരിക്കണം എന്ന് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് എപ്രകാരമായുള്ള ഒരു കാണിക്കയാണ്, ഒരു വഴിപാടാണ്, ഒരു നേർച്ചയാണ് ദൈവത്തിന് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദൈവസന്നിധിയിൽ നാം കൊണ്ടുവരണം. ഊനമില്ലാത്ത ഒരു കാണിക്കയാണ് ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കേണ്ടതെന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ,
നാം മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നതെന്നാൽ, എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആണുണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. ദൈവത്തിന് നേർന്നതായ വസ്തുക്കൾ അത് എന്തു തന്നെ ആയിരുന്നാലും അത് തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. ആയതിനാൽ നാം ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ അത് നമ്മൾ വളരെയധികം കൃത്യമായിട്ട് തന്നെ അത് ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധ വെക്കണം. അവിടെ പറയുന്നതെന്നാൽ, അങ്ങനെ നീ സമർപ്പിച്ചാൽ, വിരുദ്ധമായി സമർപ്പിച്ചാൽ നീ ശപിക്കപ്പെട്ടവനായി തീരും എന്നാണ് പറയുന്നത്. ഞാൻ മഹാരാജാവല്ലോ, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ നീ ഒരു നേർച്ച നേർന്നിട്ട് അത് നീ സമർപ്പിക്കാതിരുന്നാൽ അത് നിനക്ക് എന്താണ്? അത് നിനക്ക് ശാപമായി തീരും എന്നാണ് വചനം ഇവിടെ പറയുന്നത്. ഊനമുള്ള ഒന്നിനെയും നീ സമർപ്പിക്കുവാനായിട്ട് നീ തയ്യാറാകരുത് എന്ന് വചനം ഇവിടെ നമ്മളെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ തുടർന്ന് മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും എന്നാണ് പറയുന്നത്. നീതിയിൽ വഴിപാട് അർപ്പിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പ്രിയമുള്ളവരെ. ഇവിടെ കർത്താവായ ദൈവം ആ ലേവി ഗോത്രത്തെ, ആ ലേവ്യന്മാരായി ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവം നിർമ്മലീകരിക്കുന്നത് പോലെ തന്നെ അങ്ങനെ ആ നീതിയിലുള്ള ഒരു വഴിപാടും അവൻ ആഗ്രഹിക്കുന്നു. അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. ആ ലേവി ഗോത്രത്തിൽപ്പെട്ടതായ ആ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവർ നീതിയിൽ ദൈവത്തിന് യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്ന ആ ഒരു സംഭവമാണ് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ. ആയതിനാൽ അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ആ ഒരു ശുദ്ധീകരണവും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ രാജകീയ പുരോഹിത വംശമെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ വാദിക്കുകയും ആ രാജകീയ പുരോഹിത വംശത്തിൻ്റെ അവകാശികളെന്ന് പറയുന്ന നാം എല്ലാവരും എന്താണ്? നമ്മൾ ഒരു നീതിയുടെ അനുഭവത്തോടു കൂടി വേണം ദൈവത്തിന് വഴിപാട് അർപ്പിക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ തുടർന്ന് വചനം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 27-ന്റെ 6-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കന്മേൽ എൻ്റെ തലയുയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും എന്നാണ് വചനം പറയുന്നത്. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ ഞാൻ അർപ്പിക്കും എന്ന് വചനത്തിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം തുറന്ന് വായിക്കുമ്പോൾ, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും, യഹോവയെ അവൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും, അവനെ ഞാൻ കീർത്തനം ചെയ്യും, അവന് ഞാൻ ജയഘോഷങ്ങളോടെ ഞാൻ യാഗങ്ങളെ അർപ്പിക്കും, ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കുമെന്ന് ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വഴിപാടുകൾ അർപ്പിക്കുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം. നാം വളരെയധികം ശ്രദ്ധ വെച്ചുകൊണ്ട് ഊനമില്ലാത്തതായ, യാതൊരുവിധമായ കേടുകൂടാത്തതായ, പൂർണ്ണതയുള്ള, വളരെയധികം അത് കർത്താവിന് പ്രിയമുള്ളതായ വഴിപാടുകൾ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ദൈവം അവൻ പൂർണ്ണനായിരിക്കുന്നത് പോലെ
നമ്മളും പൂർണ്ണതയുള്ളവരായി നമ്മൾ ആ ഊനമില്ലാത്തൊരു അനുഭവത്തോടു കൂടി വേണം ദൈവസന്നിധിയിൽ നാം കടന്നു ചെല്ലുവാനും ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ആരാധനയിൽ നമ്മൾ പങ്കുചേരുവാനും അവൻ്റെയായ അനുഗ്രഹങ്ങൾ ലഭിക്കത്തക്കതായ ഒരു ആത്മീയമായ രീതിയിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. പ്രിയമുള്ളവരെ, തുടർന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 22-ന്റെ 20-ാമത്തെ വാക്യം, യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം എന്നാണ് വചനം പറയുന്നത്. യഹോവയ്ക്കല്ലാതെ വേറെ ഒരു ദൈവങ്ങൾക്കും എന്താണ് നാം വഴിപാടുകൾ നമ്മൾ അർപ്പിക്കരുത് എന്നാണ് വചനം ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, നാം യഹോവയ്ക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നവരായിരിക്കണം. വേറെ ആർക്കും നമ്മൾ വഴിപാടുകൾ അർപ്പിക്കുവാനായിട്ട് നമ്മൾ തുനിയരുത്. 20-ാമത്തെ വാക്യം അങ്ങനെ പറയുന്നു, യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം എന്നാണ് പറയുന്നത്. ആ യഹോവയ്ക്കല്ലാതെ വേറെ ആർക്കെങ്കിലും വഴിപാടുകൾ കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കണം, അവനെ നിർമാർജനം ചെയ്യണമെന്ന് അവിടെ ഇസ്രായേൽ ജനങ്ങളുടെ കാലഘട്ടത്തിൽ അവരുടെയായ ജീവിതത്തിൽ അവർക്ക് ഇപ്രകാരമായ ഒരു കാര്യം അവർക്ക് അറിയിപ്പായി കൊടുത്തിരുന്നു. യഹോവയ്ക്കാണ് വഴിപാട് നൽകേണ്ടത്, വേറെ ദൈവങ്ങൾക്കല്ല വഴിപാട് നൽകേണ്ടത് എന്ന് ഇവിടെ പറയുന്നു. ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം. അവിടെ തുടർന്ന് അവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെയായ നിർദ്ദേശങ്ങൾ വളരെ ശക്തമായിട്ട് ദൈവജനത്തിന് അന്ന് അവർക്ക് ലഭിച്ചു കൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആയതിനാൽ നാം എപ്പോഴും ആ ദൈവീയമായ നിയമങ്ങളെ പാലിക്കുന്നവരായിട്ടും ദൈവീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ വച്ച് നമ്മൾ ജീവിക്കുന്നവരായിട്ടും നാം അവൻ്റെയായ കാര്യങ്ങളിൽ എപ്പോഴും നാം അതിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നവരായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. നമ്മൾ വീണ്ടും ആ ലേവ്യ പുസ്തകം 22-ന്റെ 21 നമുക്ക് പരിശോധിക്കാം. അവിടെ നമുക്ക് ഒരു കുറവുമില്ലാത്തതായ ഒന്നിനെ ആയിരിക്കണം ദൈവസന്നിധിയിൽ നാം കൊണ്ടുവരേണ്ടത് എന്ന് 21-ാമത്തെ വാക്യം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 17, 18, 19 വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെയാണ്. ദൈവസന്നിധിയിൽ വഴിപാട് നമ്മൾ അർപ്പിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. ആരെങ്കിലും യഹോവയ്ക്ക് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന വല്ല നേർച്ചകളാകട്ടെ സ്വമേധാദാനങ്ങളാകട്ടെ ഇവയിലേതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്തൊരു ആണായിരിക്കണമെന്ന് അന്ന് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് അവിടെ ഒരു നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത് എന്നും അവിടെ അവർക്ക് ഒരു ശക്തമായ ഒരു കൽപ്പന തന്നെയാണ് അവർക്ക് നൽകിയിരുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ അങ്ങനെ ദൈവം വളരെയധികം തനിക്ക് വഴിപാടായി തനിക്ക് നേർച്ചകളായി കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ദൈവീയമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവീയമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ, നമുക്ക് അവൻ്റെയായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സിദ്ധിക്കണമെങ്കിൽ നമ്മളും അവന് നൽകുന്നതായ കാണിക്കകളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ വച്ച് വേണം അത് കൊടുക്കേണ്ടത് എന്ന് നാം മനസ്സിലാകണം. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവത്തിൻ്റെയായ അവൻ്റെ സന്നിധിയിൽ നാം തിരുമുൽ കാഴ്ചകളുമായി നാം കടന്നു ചെല്ലേണ്ടത് അനിവാര്യമാണ്.
വെറും കൈയോടുകൂടി അവൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലരുത്. ദൈവത്തെ അവനെ മഹത്വപ്പെടുത്തേണ്ടതിന്, ദൈവവേലയെ പോഷിപ്പിക്കേണ്ടതിന്, ദൈവത്തിൻ്റെയായ അവൻ്റെ ആ വേലയിൽ പങ്കാളികൾ ആകേണ്ടതിന് ദൈവം കൊടുത്തിരിക്കുന്നതായ ഒരു നിർദ്ദേശം തന്നെയാണ് ഇത്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ജനങ്ങളുടെ ആ ജീവിതത്തിൽ ദൈവം കൊടുത്തായ നിർദ്ദേശങ്ങൾ അവർ പാലിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിന് വാഗ്ദാനം ചെയ്യുന്ന ഒന്ന്, അല്ലെങ്കിൽ ദൈവത്തിന് നേർച്ചയായിട്ട് ഞാൻ ഇന്ന വസ്തു അല്ലെങ്കിൽ ഇന്ന വക ഞാൻ കഴിച്ചുകൊള്ളാമെന്ന് ഒരു നേർച്ച നമ്മൾ കൽപ്പിച്ചിട്ട് അതിൻ്റെയായ വിളവെടുക്കുമ്പോഴോ അതിൻ്റെ അനുഭവം ആ ഫലം അനുഭവിക്കേണ്ടതായ സമയത്ത് വരുമ്പോഴോ അപ്പോൾ ഇത് വേണ്ട, ഇത് മാത്രം ഞാൻ ചെയ്തു കൊള്ളാമെന്ന് വേറെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതൊരു ശാപമായി തീരും എന്ന് നേരത്തെ നമ്മൾ വായിച്ചുവല്ലോ. അപ്പോൾ നമ്മൾ നേർച്ചകളും വഴിപാടുകളും അത് വളരെയധികം വിശുദ്ധമുള്ളതായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുകയും നാം ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടതായ ആ ഒരു കാണിക്ക നമ്മൾ അർപ്പിക്കേണ്ടവരുമായി തീരണം. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആടെന്ന് നോക്കിയാൽ അതിൽ നിന്ന് പാൽ ലഭിക്കുന്നു. ഒരു പശു എന്നാൽ അതിൽ നിന്ന് പാൽ ലഭിക്കുന്നു. ഒരു കോഴി എന്നാൽ അതിൽ നിന്ന് മുട്ട ലഭിക്കുന്നു. ഒരു ചെറിയ എന്ത് സസ്യമായിരുന്നാലും ശരി, ഒരു പച്ചക്കറി ചെടി അത് നടുകയാണെങ്കിൽ അതിൻ്റെ ആയാലും പ്രതിഫലം ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്നതായ നന്മകളെല്ലാം മുഴുവനും നമ്മൾ എല്ലാം ലഭിച്ച ശേഷം നമ്മൾ എന്താണ് ദൈവത്തിന് നമ്മൾ നൽകുന്നത്? ദൈവം ചെയ്തായ ഉപകാരങ്ങൾക്ക് എല്ലാം നമ്മൾ എന്താണ് നമ്മൾ ഉപകാരമായി പ്രതികാരം അല്ലെങ്കിൽ അതിന് പ്രതിഫലമായി അതിന് ഉപകാരമായി നമ്മൾ എന്താണ് അവൻ്റെ നന്മകൾക്ക് നമ്മൾ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നത്? നമ്മൾ ഒരുപക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് തന്നെ ഒരു തീരുമാനം നമ്മൾ എടുത്തുകൂടാ? എന്തുകൊണ്ട് നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ നീ ഒരു തീരുമാനം എടുത്തുകൂടാ? എൻ്റെ ദൈവം ഇത്രയും കാലം എന്നെ തീറ്റിപ്പോറ്റി എന്നെ വഴി നടത്തി, എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായി ആപത്തിൽ നിന്ന് അനർത്ഥത്തിൽ നിന്നെല്ലാം വിടുവിച്ച്, എൻ്റെ ദൈവം ഇത്രത്തോളം എന്നെ സഹായിച്ചതിനായി ഞാൻ എന്നെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് ഒരു കാണിക്കയായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഒരു തീരുമാനം എന്തുകൊണ്ട് എടുത്തുകൂടാ? പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ദൈവീയമായ ആ ഒരു ആലോചന പ്രകാരം നമ്മളെ തന്നെ അവൻ്റെ സേവനത്തിനായി ഒരു കാണിക്കയായി അവൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ അത് എത്ര വലിയൊരു അനുഗ്രഹമായി തീരും. പ്രിയമുള്ളവരെ, ഇവിടെ ലേവ്യ പുസ്തകം 27-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിനും 10-1 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം എന്നാണ് വചനം പറയുന്നത്. അത് എന്തു തന്നെയായിരുന്നാലോ 10-1 അവിടെ എന്താണ്? ദൈവത്തിന് വിശുദ്ധമാകണമെന്നാണ് പറയുന്നത്. 10-1 ഭാഗം അത് ദൈവത്തിന് നൽകണം എന്നാണ് ഇവിടെ നിർദ്ദേശം പറയുന്നത്. അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത് എന്നാണ് പറയുന്നത്. നീ പിന്നെ അത് നോക്കി ഇത് നന്നായിരിക്കുന്നു എന്ന് നീ അത് എങ്ങനെ കൊടുക്കുമെന്നൊക്കെ നീ ചിന്തിക്കരുത്. നമ്മൾ ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആ അനുഗ്രഹം നാം എപ്പോഴും അവനിലേക്ക് നമ്മൾ പകരുവാനായിട്ട് അല്ലെങ്കിൽ അവനിൽ കൊടുക്കുവാനായിട്ട് ആ 10-1 അംശം അത് വിശുദ്ധമായതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് സന്മനസ്സുള്ളവരായി ദൈവസന്നിധിയിൽ നാം വെറും കൈയോടുകൂടി വരാതെ അവൻ്റെ വേലയെ പോഷിപ്പിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ആഹാരമുണ്ടാകേണ്ടതിന് അവൻ്റെ സന്നിധിയിൽ വരുമ്പോൾ വെറും കൈയോടുകൂടി വരാതെ ആ അനുഗ്രഹം ലഭിപ്പാൻ തക്കവണ്ണം നമ്മുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം കൊണ്ടുവരുന്നവരായി നമ്മളെ തന്നെ കാണിക്കകളായി സമർപ്പിക്കുന്നവരായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, ദൈവമേ, അടിയങ്ങളെ ഈ നിമിഷം വരെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. നീ പകർന്ന നന്മകൾക്കെല്ലാം സ്തോത്രം കർത്താവേ. അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വെറും കൈയോടുകൂടി വരുന്ന അനുഭവം ആകാതെ കർത്താവേ, അടിയങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം ദൈവസന്നിധിയിൽ അങ്ങയ്ക്ക് വേണ്ടി കർത്താവേ സമർപ്പിക്കുന്നവരായി നൽകുന്നവരായി കൊടുക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ കർത്താവേ. വചനം ശ്രവിക്കുന്ന എല്ലാവരെയും അങ്ങോട്ട് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തന്നെ നാം ധ്യാനിച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. ഇത്രയും നേരം ദൈവസന്നിധിയിൽ കാണിക്കകളും ദശാംശങ്ങളും ദൈവസന്നിധിയിൽ കൊണ്ടുവരണമെന്നുള്ള
ശക്തമായ ഒരു ദൂത് ശ്രവിച്ച ദൈവമക്കൾ ഏവർക്കും നന്ദി, നമസ്കാരം.